പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച തീരുമാനമായില്ല. ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് ഖത്തർ. വിഴിഞ്ഞം തുറമുഖത്തെ പുതിയ നിക്ഷേപത്തെ ചൊല്ലി സർക്കാരും അദാനി ഗ്രൂപ്പും നേർക്കുനേർ. MSC കമ്പനിക്ക് 49% ഓഹരികൾ നൽകിയ കാര്യം അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി. അദാനി കമ്പനിയിൽ നിന്നുണ്ടായത് ഗുരുതര പിഴവിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല. നിക്ഷേപത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ്. LDF നേട്ടമെന്ന് ദേശാഭിമാനി ലേഖനം. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കിയത് അംഗീകരിച്ച് നിയമസഭ. ചരിത്രപരമായ മുഹൂർത്തമെന്ന് സ്പീക്കർ. പേരുമാറ്റത്തിൽ രാഷ്ട്രപതിയുടെ റെഫറൻസ് സ്പീക്കർ നിയമസഭയിൽ വായിച്ചു. ബജറ്റ് വിഹിതം കുറച്ചതിൽ കടുത്ത ആശങ്കയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. വിഹിതം കുറഞ്ഞുപോയെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ. കടുത്ത നിലപാടിൽ മുഖ്യമന്ത്രി. അതീവ ഗുരുതര വിഷയമെന്ന് മന്ത്രിസഭായോഗത്തിൽ സതീശൻ. അനധികൃത നിയമനം റദ്ദു ചെയ്യണമെന്നും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നുവെന്നും മന്ത്രി OJ ജനീഷ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മന്ത്രിസഭയിൽ തർക്കം. സണ്ണി ജോസഫ് ഉന്നയിച്ച പേര് വെട്ടിയ മുഖ്യമന്ത്രി. ശേഷാദ്രിയെ തന്നെ നിയമിക്കണമെന്ന് VD സതീശൻ. വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കമാൻഡ്. മാസപ്പടി കേസിൽ റിയാസിനെതിരെയും ED അന്വേഷണം. മുൻമന്ത്രിയുടെ പണമിടപാടുകൾ പരിശോധിക്കും. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകളെത്തിയോ എന്നതിൽ വ്യക്തതയ്ക്ക് ED. ജയിലിനുള്ളിൽ വീണ്ടും കൊടിസുനിയുടെ ഫോൺ വിളി. TP കേസ് പ്രതി ഫോൺ വിളിച്ചത് തവനൂർ ജയിലിൽ തടവിലിരിക്കെ. വിളിച്ചത് സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ച്. അന്വേഷണം പ്രഖ്യാപിച്ച ജയിൽ സൂപ്രണ്ട്.